ഹായ്, ഇനി നമുക്ക് ചോളം എങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ നമുക്ക് ആവശ്യത്തിന് ചോളം കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ചോളവും പിന്നെ വെള്ള നിറത്തിലുള്ള ചോളവുമാണ്. പിന്നെ ഇത് ചുട്ട് കഴിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള ചോളത്തിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മഞ്ഞ നിറത്തിലുള്ളത് നല്ലതാണ്, പക്ഷേ വെള്ള നിറത്തിലുള്ളത് കുറച്ചുകൂടി നല്ലതാണ്. ഞാനിവിടെ ചുട്ടെടുക്കുന്നത് ഗ്യാസ് അടുപ്പിലാണ്. ഇത് തീക്കനൽ ചുടുന്നതാണ് കുറച്ചുകൂടി നല്ലത്, പക്ഷേ അത് ഇല്ലാത്തത് കൊണ്ട് ഞാനിന്നിവിടെ ഗ്യാസ് അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില മക്ക അല്ല ചില ചോളം ഇത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. ഇങ്ങനെ എല്ലാ സൈഡും നല്ലതുവണ്ണം വേവിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. കുട്ടികൾക്ക് കൊടുക്കാം, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കഴിക്കാം. അതിനുവേണ്ടി അധികം എരിവില്ലാത്ത കുറച്ച് മുളക് പൊടി, അതിനകത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു നാരങ്ങ മുറിച്ച് അതിൽ മുക്കിയിട്ട് നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ചോളത്തിൽ പുരട്ടി കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അന്നേരം അതിനകത്ത് മുളകും ഉപ്പും പുളിയും ഒക്കെ പിടിക്കും. വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ നിങ്ങൾ കഴിച്ചു നോക്കുക.